ദൈവതിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. വെളിപ്പാട് പുസ്തകം 7-ാം അധ്യായത്തിന്റെ 4 മുതൽ 8 വരെയുള്ള വാക്യങ്ങളിൽ മുദ്രയിടപ്പെട്ട 144,000 പേര് അല്ലെങ്കിൽ 1,44,000 പേരെ നമുക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട്. ഈ 144,000 പേര് ആരാണെന്നും എന്തിനാണ് അവരെ മുദ്രയിട്ടതെന്നും ഇന്നത്തെ ഈ ഒരു സന്ദേശത്തിലൂടെ നമ്മൾ ചിന്തിക്കുവാനായിട്ട് പോവുകയാണ്. ഇത് വെളിപ്പാട് പുസ്തകത്തിന്റെ തുടർച്ചയായിട്ട് നടക്കുന്ന ഒരു ക്ലാസ് ആണ്. എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹവന്ദനം. കർത്താവ് നിങ്ങളെ ധാരാളമായിട്ട് സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ. ആദ്യമായിട്ടാണ് ഈ ക്ലാസ്സിൽ നിങ്ങൾ കടന്നു വരുന്നതെങ്കിൽ, വെളിപ്പാട് പുസ്തക പഠനത്തിൻ്റെ അകത്ത് നിങ്ങൾ താല്പര്യമുള്ളയാളാണെങ്കിൽ ഇതിന് കുറച്ച് മുമ്പിലുള്ള വെളിപ്പാട് പുസ്തകത്തിന്റെ തുടർച്ചയായിട്ടുള്ള ക്ലാസ്സുകൾ സമയം കിട്ടുമ്പോൾ നിങ്ങളൊന്ന് കയറി കാണുക. അതുമായിട്ട് എങ്കിൽ മാത്രമേ നമുക്കൊരു കണ്ടിന്യൂവേഷൻ നമ്മുടെ ഈ ഒരു പഠനത്തിനകത്ത് നമുക്ക് കിട്ടത്തുള്ളൂ. ദൈവവചന പഠനം നമുക്ക് അനുഗ്രഹമായി തീരട്ടെ. കർത്താവ് നമ്മളെ ധാരാളമായിട്ട് സഹായിക്കട്ടെ. ഞാൻ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ ഞാൻ പറഞ്ഞതുപോലെ വെളിപ്പാട് പുസ്തകത്തിലെ 7 മുദ്ര പൊട്ടിക്കുന്നതിൽ 6ാമത്തെ മുദ്ര പൊട്ടിച്ചതിനും 7ാമത്തെ മുദ്ര പൊട്ടിക്കുന്നതിനും ഇടയിലുള്ള നടക്കുന്ന സംഭവ വികാസങ്ങളാണ് വെളിപ്പാട് പുസ്തകം 7-ാം അധ്യായത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. വെളിപ്പാട് പുസ്തകം 7-ാം അധ്യായത്തിന്റെ ആദ്യത്തെ 3 വാക്യങ്ങളിൽ ഭൂമിയുടെ 4 കോണിലും നിൽക്കുന്ന 4 ശക്തിയേറിയ ദൂതന്മാർ, അവർ കാറ്റ് നദികളുടെ മേലും വൃക്ഷങ്ങളുടെ മേലും അടിക്കാതിരിക്കേണ്ടതിന് പിടിച്ചുകൊണ്ട് നിൽക്കുന്നു എന്നുള്ള ഒരു ഭാഗം നമ്മൾ കാണുന്നുണ്ട്. നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിച്ചു. ദൈവദൂതന്മാരുടെ ശക്തി എന്ന് പറയുന്ന ഒരു മെസ്സേജിന്റെ ടൈറ്റിലാണ് ഏറ്റവും ഒടുവിൽ നമ്മൾ ആ കാര്യം ചിന്തിച്ചത്. അന്ന് പറഞ്ഞു, ആ 4 ദൂതന്മാര് ഈ കാറ്റിനെ പിടിച്ചുകൊണ്ട് നിൽക്കുവാനായിട്ടുള്ള കാരണം ദൈവത്തിന്റെ ദാസന്മാരുടെ നെറ്റിയിൽ മുദ്രയിടുവോളം ഈ നിങ്ങൾ നദികളുടെ മേലും സമുദ്രത്തിന്റെ മേലും അല്ലെങ്കിൽ വൃക്ഷങ്ങളുടെ മേലും ഒന്നും കേടുവരുത്തരുതെന്ന് പറയുന്നുണ്ട്. അതാണ് നമ്മൾ ഏറ്റവും ഒടുവിൽ ചിന്തിച്ചത്. അപ്പോൾ ഇവര് ഭൂമിയുടെ 4 കോണിൽ നിന്നുകൊണ്ട് ഈ 4 കാറ്റ് പിടിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ അതേ സമയത്ത് സംഭവിക്കുന്ന ഒരു കാര്യമാണ് നമ്മൾ ഇന്ന് ചിന്തിക്കുവാനായിട്ട് പോകുന്ന 7-ാം അധ്യായത്തിന്റെ 4 മുതൽ 8 വരെയുള്ള വാക്യങ്ങളിൽ നമ്മൾ കാണുന്ന കാര്യങ്ങൾ. അവിടെ എഴുതിയിരിക്കുന്നതിന് തൊട്ട് മുൻപിലുള്ള വാക്യത്തിൽ എഴുതിയിരിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ സ്ക്രീനിലേക്ക് നിങ്ങളൊന്ന് നോക്കിയാൽ ആ വാക്യം നിങ്ങൾക്ക് അവിടെ കാണാനായിട്ട് പറ്റും. അവിടെ എഴുതിയിരിക്കുന്നത്, മറ്റൊരു ദൂതൻ ദൈവത്തിന്റെ മുദ്രയുമായി കിഴക്ക് നിന്ന് കയറി. എന്നിട്ട് അവരെഴുതിയിരിക്കുന്നത്, ഞങ്ങൾ മുദ്രയിടുവോളം സമുദ്രത്തിനും വൃക്ഷങ്ങൾക്കും ഭൂമിക്കുമൊന്നും കേടുവരുത്തരുത് എന്ന് പറഞ്ഞു. ഓക്കെ, ഇതാണ് നമ്മൾ ഏറ്റവും ഒടുവിൽ ചിന്തിച്ചത്. അടുത്തതായിട്ട് ആരാണ് ഈ 144,000 പേര്? വളരെ വ്യക്തമായി ഈ 144,000 പേരെ കുറിച്ച് അവിടെ എഴുതിയിട്ടുണ്ട്. ഈ 144,000 പേരെന്ന് പറയുന്നത് ഇസ്രായേൽ മക്കളുടെ ഗോത്രത്തിൽ നിന്ന് മുദ്രയേറ്റവരാണ്. അപ്പം ഇത് ഒരിക്കലും ദൈവസഭയല്ല. കാരണം ദൈവസഭ എന്ന് പറയുന്നത് സകല ഗോത്രത്തിൽ നിന്നും ഭാഷകളിൽ നിന്നും ജാതികളിൽ നിന്നും വീണ്ടെടുക്കപ്പെട്ടവരാണ്, അല്ലെങ്കിൽ വിലയ്ക്ക് വാങ്ങപ്പെട്ടവരാണ്. അപ്പം ഇത് ഒരിക്കലും സഭയല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. കാരണം സഭയെക്കുറിച്ച് യാതൊരു പരാമർശവും ആ സമയത്ത് നമ്മളിത് കാണുന്നില്ല. അപ്പോൾ ഈ 7 വർഷത്തെ ഈ മഹോപദ്രവ കാലവുമായിട്ട് ബന്ധപ്പെട്ട് നടക്കുന്ന സംഭവങ്ങൾ തന്നെയാണ് ഇത്. അത് യഹൂദന് വേണ്ടിയുള്ളതാണ്. അത് പ്രഥമമായി ഇത് യഹൂദനുമായിട്ട് ബന്ധപ്പെട്ടൊരു കാര്യമാണ് എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. അപ്പം ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഒന്ന്, ഇസ്രായേൽ ഗോത്രങ്ങളെ നമ്മൾ കാണുന്നുണ്ട്. 12 ഗോത്രങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. ഈ 12 ഗോത്രങ്ങളിൽ ഉള്ളവരെയാണ് ദൂതൻ മുദ്രയിടുന്നത്. ഈ സാധാരണ ആൾക്കാരൊക്കെ ചിന്തിക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്, ദീർഘ നൂറ്റാണ്ടുകളായി യഹൂദൻ പ്രവാസത്തിലേക്ക് പോയി മടങ്ങി വന്നു, ഇങ്ങനെ ലോകത്തിലെ വിവിധ ഭാഗങ്ങളിൽ ചെതറിപ്പോയി. നമുക്കറിയാം ഇസ്രായേലിന്റെ ചരിത്രം. AD 70 തീത്തോസ് കൈസർ വന്ന് ഇസ്രായേലിനെ യഹൂദനെ ഉപരോധിച്ചതിന് ശേഷം ഭയങ്കരമായ പീഡനമുണ്ടായി. ലോകത്തിലെ വിവിധ സ്ഥലങ്ങളിലേക്ക് ചിതറിപ്പോയി. അങ്ങനെ ചിതറിപ്പോയി ഇത്രയും നൂറ്റാണ്ടുകൾ കഴിഞ്ഞിട്ടും ഇന്നും അവരുടെ ഗോത്രങ്ങൾ ആ പ്യുവറായിട്ട് അല്ലെങ്കിൽ ആ ശുദ്ധമായി നിലനിൽക്കുന്നുണ്ടോ എന്നുള്ള ഒരു സ്വാഭാവികമായ സംശയം എല്ലാവർക്കും ഉണ്ടാകും. കാരണം ഇവിടെ ഈ ഗോത്രങ്ങളുടെ കണക്കുകളെല്ലാം കൃത്യമായിട്ട് പറയുന്നുണ്ട്. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞത്, എത്ര കാലം മാറിയാലും സാഹചര്യങ്ങൾ മാറി മറിഞ്ഞാലും ദൈവത്തിന് അസാധ്യമായിട്ട് ഒന്നുമില്ല. ദൈവം നിയമിച്ചത് തന്നെ നടക്കും. ദൈവം നിശ്ചയിച്ചതുപോലെ നടക്കും. അപ്പോൾ ഇത്രയും കാലങ്ങൾ കഴിഞ്ഞിട്ടും യഹൂദന്റെ
ആ ഒരു ആ ഒരു ഗോത്രവും അവരുടെ സംഖ്യയും നിലനിൽക്കുന്നു എന്ന് പറഞ്ഞാൽ അത് ദൈവത്തിന്റെ കരുതലാണ്, ദൈവത്തിന്റെ പ്രൊട്ടക്ഷനാണ്. സത്യം പറഞ്ഞാൽ നമ്മൾ ഈ യഹൂദന്റെ ചരിത്രം നമ്മൾ പഠിക്കുമ്പോൾ എന്നോട് കഴിഞ്ഞ ദിവസങ്ങളിൽ 1-2 പേര് മെസ്സേജ് അയച്ചിട്ട് പറയുകയുണ്ടായി, ഇസ്രായേലിന്റെ ചരിത്രം അബ്രഹാം മുതൽ തുടങ്ങിയ ചരിത്രം ഒന്ന് പറയണമെന്ന്. അത് ഞാൻ പറ്റുമെങ്കിൽ സമയം കിട്ടുന്നത് പോലെ ഞാൻ വളരെ ഷോർട്ടായിട്ട് ആ ചരിത്രങ്ങളെല്ലാം ഒന്ന് പറയാം. ആ ഒരു ചരിത്രങ്ങൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഒരു ഗുണമെന്ന് പറയുന്നത് വേദപുസ്തകത്തിലെ ഓരോ പുസ്തകങ്ങളും എഴുതപ്പെട്ട പശ്ചാത്തലവും സാഹചര്യവും നമുക്ക് മനസ്സിലാകും. അങ്ങനെയുള്ള ഒരു സിസ്റ്റമാറ്റിക് സ്റ്റഡി നമുക്ക് സഹായകരമാണ് ഇത്തരത്തിലുള്ള ഒരു പഠനത്തിന്. ഞാൻ ഇസ്രായേലിന്റെ ചരിത്രം പഠിപ്പിച്ചുകൊണ്ടിരുന്ന ഒരാളാണ്, ഹിസ്റ്ററി ഓഫ് ഇസ്രായേൽ പഠിപ്പിച്ചുകൊണ്ടിരുന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് ആ ഒരു ചരിത്രം വളരെ കൃത്യമായിട്ട് ഡേറ്റ് അനുസരിച്ച് പറയാനായിട്ട് പറ്റും. തീർച്ചയായിട്ടും അത് നിങ്ങൾക്ക് വേണ്ടി ചെയ്തു തരുന്നതായിരിക്കും. ദൈവം നമ്മളെല്ലാവരെയും സഹായിക്കട്ടെ. അപ്പോൾ AD 70 ചിതറപ്പെട്ടതിന് ശേഷം നമുക്കറിയാം ഇസ്രായേലിന്റെ ആ ഒരു ഗോത്രങ്ങളുടെ പ്യൂരിറ്റി നിലനിന്നിട്ടുണ്ടോ എന്നൊരു സംശയം ഈ വചനം പഠിക്കുന്ന ആരുടെയും ഹൃദയത്തിന്റെ അകത്തുണ്ടാകും. പക്ഷെ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്, ഈ ദൈവദൂതന്മാർ മുദ്രയിടുമ്പോൾ ഈ ഗോത്രങ്ങളെ കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് മുദ്രയിടുന്നത്. 144,000 എന്ന് പറയുന്ന ഒരു എണ്ണം തന്നെ അവിടെ പറഞ്ഞിട്ടുണ്ടെന്നുള്ളതാണ്. ഈ ദൈവവചനം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം, യഹൂദനുമായിട്ട് ബന്ധപ്പെട്ടാണ് കൂടുതൽ ഈ കണക്കുകൾ പറയുന്നത്. ദൈവസഭയുമായിട്ട് ബന്ധപ്പെട്ട് എണ്ണത്തിന് വലിയ പ്രാധാന്യതയൊന്നുമില്ല. അങ്ങനെ ഒരു എണ്ണത്തിന്റെ കണക്ക് നമ്മൾ പുതിയ നിയമസഭയിലേക്ക് വരുമ്പോൾ നമ്മൾ കാണുന്നില്ല. കണക്കുകൾ, ഈ സമയങ്ങൾ, അങ്ങനെ അത്രയും ഒരു വ്യക്തത അതിൻ്റെ അകത്തില്ല. പോകട്ടെ. അപ്പോൾ ഇവിടെ 144,000 പേരാണ്. അവരുടെ ഗോത്ര സംഖ്യകൾ അവിടെ എഴുതിയിട്ടുണ്ട്. ഗോത്രവും ആ ഗോത്രത്തിൽ നിന്ന് മുദ്രയേറ്റവരുടെ കാര്യം അവിടെ എഴുതിയിട്ടുണ്ട്. നിങ്ങൾ ഒരു ബൈബിള് എടുത്തു വെച്ച് നിങ്ങളതൊന്ന് വായിച്ചു നോക്കുമ്പോൾ അത് മനസ്സിലാകും എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ ഓരോ ഗോത്രത്തിന്റെയും കാര്യങ്ങൾ പറയുന്നുണ്ട്. ഞാൻ ആ ഗോത്രങ്ങളുടെ പേരുകൾ എല്ലാം ഒന്നും നിങ്ങളുമായിട്ട് പറയുന്നില്ല, കാരണം സമയത്തിന്റെ പരിമിതി ഉള്ളത് കൊണ്ടാണ്. പക്ഷേ നമ്മൾ ഇവിടെ മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്, ചില ഗോത്രങ്ങളുടെ ആ ഒരു ഓർഡർ ഇവിടെ മാറിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഇതിൽ ഒന്നാമത്തെ കാര്യമെന്ന് പറയുന്നത്, ഈ ലിസ്റ്റിൽ സത്യത്തിൽ യാക്കോബിന്റെ ആദ്യജാതനാണ് രൂബേൻ. പക്ഷെ നമ്മൾ ഇവിടെ ആ ഒരു ഗോത്രങ്ങളുടെ പേര് നമ്മൾ എടുത്താൽ ഇവിടെ രൂബേന്റെ സ്ഥാനം യഹൂദയ്ക്കാണ് കിട്ടിയിരിക്കുന്നത്. കാരണം ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് യഹൂദാ ഗോത്രത്തിൽ നിന്ന് മുദ്രയേറ്റവർ, രൂബേൻ ഗോത്രത്തിൽ മുദ്രയേറ്റവർ. സത്യത്തിൽ രൂബേനാണ് ആദ്യജാതൻ. പക്ഷെ യഹൂദ ഇവിടെ ആദ്യജാതന്റെ സ്ഥാനത്തേക്ക് വന്നു. എന്താണ് അതിന്റെ കാരണമെന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? അതിന് ഒരു കാര്യമുണ്ട്. അത് വെറുതെ പഠിച്ചു എന്ന് മാത്രമല്ല, നമ്മൾ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടുന്ന കുറച്ച് ആത്മീക സത്യങ്ങൾ കൂടെയുണ്ട്. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, 1 ദിനവൃത്താന്തം 5-ാം അധ്യായത്തിന്റെ 1-2 വാക്യങ്ങൾ വായിക്കുമ്പോൾ, രൂബേൻ ആദ്യജാതനായിരുന്നെങ്കിലും പിതാവിന്റെ ശയ്യമേൽ കയറി ആ ശയ്യയെ അശുദ്ധമാക്കിയവനാണ് രൂബേൻ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ രൂബേന്റെ ആ ഒരു സ്ഥാനം തൻ്റെ ദുർനടപ്പ് മൂലം നഷ്ടപ്പെട്ട് ആ സ്ഥാനത്തേക്ക് യഹൂദ കടന്നു വന്നു എന്ന് വേണം നമ്മൾ ചിന്തിക്കുവാനായിട്ട്. അപ്പം ഇതുമായിട്ട് തന്നെ ബന്ധപ്പെട്ട് നമ്മൾ ചിന്തിക്കണം. മനഃപൂർവ്വമുള്ള പാപങ്ങൾ, അറിവോടെയുള്ള പാപങ്ങൾ, അതൊക്കെ നമ്മൾ വളരെ ഗൗരവമായിട്ട് നമ്മുടെ ഈ ഒരു വിശ്വാസ ജീവിതത്തിൻ്റെ അകത്ത് നമ്മൾ കാണണം. ദൈവം ക്ഷമിച്ചോളും എന്ന് കരുതി മനഃപൂർവ്വം ചെയ്യുന്ന പാപങ്ങൾ അങ്ങനെ ഒരിക്കലും നമ്മൾ ചെയ്യാനായിട്ട് പാടില്ല. ആ ഒരു കാര്യം ഈ ഒരു സമയത്ത് നമ്മുടെ മനസ്സിലിരിക്കട്ടെ. ദുർനടപ്പ് നിമിത്തമാണ് തൻ്റെ ദൈവത്തിന് സ്തോത്രം ആ ഒരു പദവി നഷ്ടപ്പെട്ടു പോയത്. എബ്രായ ലേഖനത്തിലേക്ക് നമ്മൾ വരുമ്പോൾ അവിടെ ദൈവത്തിന് സ്തോത്രം അഭക്തന്മാരായി തീരാതിരിക്കാനൊക്കെ നമ്മൾ സൂക്ഷിച്ചു കൊള്ളണം എന്നൊക്കെ ചിലരുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട്, ഏശാവിനെ പോലെ ഒരു ഊണിന് ജ്യേഷ്ഠാവകാശം വിറ്റുകളഞ്ഞ ഏശാവിനെ പോലെ അഭക്തനാകാതിരിപ്പാൻ സൂക്ഷിച്ചു കൊള്ളണം എന്നുള്ള ആ ഒരു പദപ്രയോഗങ്ങളൊക്കെ ഈ സമയത്ത് നമ്മുടെ മനസ്സിൽ ഒന്ന് കൈക്കൊള്ളുന്നത് നല്ലതാണ്. നമ്മുടെ വിശ്വാസ ജീവിതം വളരെ സൂക്ഷ്മതയോടെ നമ്മൾ മുൻപോട്ട് അതേ കൊണ്ടുപോകേണ്ടതായിട്ടുണ്ട് എന്നുള്ളതാണ്. അടുത്തത് രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, ദാൻ ഗോത്രം എന്ന് പറയുന്ന ഒരു ഗോത്രത്തെ നമ്മൾ ഈ ഒരു ലിസ്റ്റിൽ കാണുന്നില്ല. ദാൻ ഗോത്രം എന്താണ്? ഈ ദാൻ ഗോത്രത്തിന് പറ്റിയത്? ഇതിനെക്കുറിച്ച് വേദപണ്ഡിതന്മാർ പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ ദാനിനെ കുറിച്ച് ഈ യാക്കോബ് പറയുന്നത് എന്താണ്? ദാൻ വഴിയിൽ ഒരു പാമ്പും
പാതയിൽ ഒരു സർപ്പവുമാണ് എന്നുള്ളതാണ് ഒന്ന്. രണ്ടാമത്തേത്, ന്യായാധിപന്മാരുടെ പുസ്തകവും രാജാക്കന്മാരുടെ പുസ്തകത്തിലേക്കും ഒക്കെ നമ്മൾ വരുമ്പോൾ ഇസ്രായേലിലെ പ്രഥമ വിഗ്രഹാരാധികൾ ദാൻ ഗോത്രക്കാരായിരുന്നു. യെരോബെയാം പൊന്നുകൊണ്ടുള്ള ഒരു കാളക്കുട്ടിയെ ഉണ്ടാക്കി സ്ഥാപിച്ചത് തന്നെ ദാനിലാണ്. അപ്പോൾ ഈ കാലാകാലങ്ങളിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ ദാൻ എന്ന് പറയുന്ന ഈ ഒരു ഗോത്രമാണ് ഏറ്റവും അധികം വിഗ്രഹാരാധനയിലേക്ക് പോയത്, അല്ലെങ്കിൽ വിഗ്രഹാരാധനയ്ക്ക് മുൻപന്തിയിൽ നിന്നത്. അതുകൊണ്ട് തന്നെ ആവർത്തന പുസ്തകത്തിലൊക്കെ നമ്മൾ കാണുന്ന ചില കാര്യങ്ങളുണ്ട്. ജാതികളുടെ വിഗ്രഹങ്ങളെ സേവിച്ചാൽ ആ ഗോത്രത്തിന്റെ പേരിനെ തന്നെ ദൈവം ആകാശത്തിന്റെ കീഴിൽ നിന്ന് മാറ്റിക്കളയും, അല്ലെങ്കിൽ ജാതികളെ സേവിച്ചാൽ അവരുടെ പേരിനെ ദൈവം നീക്കിക്കളയുമെന്ന് നമ്മൾ ആവർത്തന പുസ്തകത്തിൽ കാണുന്നുണ്ട്. അതുപോലെ തന്നെ ഒരുപക്ഷെ എതിർ ക്രിസ്തു വരുന്നതും ദാൻ ഗോത്രത്തിൽ നിന്നായിരിക്കാം. കാരണം യിരെമ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ നമ്മൾ ഈ ഒരു കാര്യം കാണുന്നുണ്ട്. നിങ്ങൾ ആ സ്ക്രീനിലേക്ക് നിങ്ങൾ ഒന്ന് നോക്കിയാൽ നിങ്ങൾക്കത് കാണാനായിട്ട് കഴിയും. അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ ഇവിടെ ചിന്തിക്കേണ്ടുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ ഒരു 7 വർഷത്തെ ഈ ഒരു മഹോപദ്രവ കാലഘട്ടത്തിൽ ദാൻ ഗോത്രക്കാർ തീർച്ചയായിട്ടും എതിർ ക്രിസ്തുവിനോടൊപ്പം ആ ഒരു ചേരിയിൽ ആയിരിക്കാം എന്ന് നമുക്ക് ചിന്തിക്കാം. അവിടെ എഴുതിയിട്ടില്ല, എന്തായാലും ദാൻ ഗോത്രത്തിന്റെ പേര് ഇവിടെ എഴുതിയിട്ടില്ല. ഈ 144,000 പേര് ദൈവത്തിന്റെ ദാസന്മാരെന്ന് ഒരു പദം അവിടെ ഉപയോഗിക്കുന്നു. അതിന്റെ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ചിന്തിച്ചതുപോലെ 666 എന്ന് പറയുന്ന ഒരു മുദ്ര ഏറ്റവർക്ക് മാത്രമേ വിൽക്കുവാനോ വാങ്ങുവാനോ പറ്റത്തുള്ളൂ. ആ ഒരു എതിർ ക്രിസ്തുവിന്റെ വാക്കുകൾ, അദ്ദേഹം പുറപ്പെടുവിക്കുന്ന നിയമങ്ങൾ അനുസരിക്കുന്നവർക്ക് മാത്രമേ ആ കാലഘട്ടത്തിൽ സുഗമമായിട്ട് മുന്നോട്ട് പോകാനായിട്ട് പറ്റത്തുള്ളൂ. അതുകൊണ്ട് ഈ ഒരു 144,000 പേര്, ഈ സെലക്റ്റഡ് ആയ 144,000 പേര് ആ ഒരു ചേരിയിൽ നിന്ന് മാറി വ്യത്യസ്തമായി അന്നത്തെ കാലഘട്ടത്തിൽ അവരറിഞ്ഞ പ്രമാണത്തിന് വേണ്ടി നിന്നവരും ഒരുപക്ഷെ ആ ഒരു സമയത്ത് ദൈവവചനത്തിന്റെ സാക്ഷികളായി തീർന്നവരും ആയിരിക്കാം എന്നാണ്. അതൊന്നും അവിടെ രേഖപ്പെടുത്തിയിട്ടില്ല. ഇല്ലാത്ത കാര്യങ്ങൾ നമ്മൾ വെറുതെ അഭ്യൂഹങ്ങൾ വിളിച്ചു പറയാനായിട്ട് പാടില്ലല്ലോ. അപ്പോൾ ഇതാണ് ഈ 144,000 പേര്. കർത്താവ് നമ്മളെല്ലാം സഹായിക്കട്ടെ. ദൈവത്തിന് സ്തോത്രം. ലോകത്തിലെ ഓരോ സംഭവങ്ങൾ നടക്കുമ്പോഴും ഒരു ദൈവപൈതൽ കാലങ്ങളെ വിവേചിച്ചുകൊണ്ട് സ്വയം ഒരുങ്ങി കർത്താവിന്റെ വരവിനായിട്ട് നമുക്കായിരിക്കാം. ആമേൻ. ഗോഡ് ബ്ലെസ് യു.